Hey, my dear beautiful souls, welcome back to my channel Divine Speaks. ഓക്കെ, നമുക്ക് ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്ന് നോക്കാം. എന്താണ് ഈ നിമിഷം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ ആ ഒരു എനർജി വൈബ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിന്റെ എനർജി വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളിതിൽ എന്താണ് ഇപ്പോൾ അറിയേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ എനർജി എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈവാണ്. പക്ഷേ നിങ്ങൾ അതിനകത്ത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പഴയ തർക്കങ്ങളോ പഴയ പിണക്കമോ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ സ്മൂത്ത് ആയതായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പരിഭവം ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഭയമുണ്ട്. ഒരു പക്ഷേ ഇനി നിങ്ങളെ കളഞ്ഞിട്ട് പോകുന്നോ, അല്ലെങ്കിൽ ഈ ബന്ധത്തെ എന്തോ രീതിയിൽ നിങ്ങൾ ഭയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയാ, മനസ്സ് ശാന്തമാക്കി ആത്മപരിശോധനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്തോ ഒരു ഭയമാണോ, അതോ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടിയോ എന്തോ ഉള്ളിൽ ഭയങ്കരമായി അലട്ടുന്നുണ്ട്. ഒരു ഉത്കണ്ഠ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടേതായി കാണുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ ആള് വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ആള് വളരെ ഹാപ്പിയാണ്. എന്താ പറയാ, ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് തന്നെ ആയിരിക്കാം മേ ബി തുടങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ അത് എനിക്കിവിടെ റീഡ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുമായിട്ട് പിണങ്ങിയൊക്കെ ഇരുന്ന ആളാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ളത് പഴയതിനേക്കാൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിച്ചൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു 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 ഫ്രീഡം ഇല്ലാത്ത ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. റൈറ്റ്, എനിക്കിവിടെ റീഡ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയാണ്. നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജി തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പക്ഷെ ആ പേഴ്സൺ ഭയങ്കര കൂളാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അദ്ദേഹം നേരിടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ബന്ധത്തിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉള്ളുകൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുപാട് ഇതിനകത്തേക്ക് നിങ്ങൾ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ എനർജി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര ഭയത്തോടു കൂടിയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു സ്പേസ് വേണം എന്നുള്ള ഒരു ഫീല്, അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങളെ ചിലപ്പോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാകാം. മേ ബി ഐ ഡോണ്ട് നോ, ചിലപ്പോൾ അങ്ങനെ ഒരു ഫീലോ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇത് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉത്കണ്ഠ ഭയമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ വളരെ ശാന്തമായിരുന്ന് കാര്യങ്ങൾ ആലോചിച്ച് എന്ത് എനർജിയിലാണോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്,
അത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഓവർ ടെൻഷൻ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്, ഓവർ ടെൻഷനാണ് നിങ്ങൾക്ക്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വളരെ റൊമാൻറ്റിക് ആൻഡ് ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആ ഒരു എനർജി പോലും നിങ്ങൾക്ക് അത് എന്താ പറയാ, ഒരുപക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് പോലെയാണ് റീഡ് ചെയ്യാൻ കഴിയുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചുകൂടി ആത്മപരിശോധന നടത്തുക. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, ആ വ്യക്തിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള ഓവർ ടെൻഷൻ, അതുപോലെ ആശങ്കകൾ ഒക്കെ മറന്ന് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ തർക്കങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ തർക്കങ്ങളൊക്കെ മറന്ന്, അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന ഒരു റിലേഷൻഷിപ്പിലായതുകൊണ്ടാകാം ഈ ഒരു എനർജി ഇങ്ങനെ കാണുന്നത്. അത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് തന്നെ മാറിക്കോളും. ഓക്കെ, സോ ഇപ്പോ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കിട്ടുന്ന റീഡിങ് ഇങ്ങനെയാണ്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ റീഡിങ്ങിൽ നിന്ന്. സോ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, അത് ഞാൻ എടുത്ത് പറയുന്നത്, പ്രിയമുള്ളവരെ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്. ഓക്കെ, ഞാനൊരു ജനറിക് റീഡിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. എല്ലാവരുമായിട്ട് കണക്ട് ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന്റെ പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദിസ് വീഡിയോ. ഓക്കെ, okay guys, hope you like this video. Stay tuned. Have a nice day.